നമസ്കാരം മിസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലി, മരങ്ങൾ കടപുഴകി വീണ് പ്രദേശത്തെ നിരവധി വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും തകർന്നു. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത് കുന്നംകുളം, കാണിപ്പയ്യൂർ, മാന്തോപ്പ്, ത്രിവേണി പ്രദേശങ്ങളിൽ. യുവാവിനെ ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ FDPI പ്രവർത്തകരായ പ്രതികൾക്ക് 5 വർഷം കഠിന തടവും പിഴയും വിധിച്ച് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. ദേശമംഗലം സ്വദേശി കുഞ്ഞു മുഹമ്മദ്, തൊഴിൽപ്പാടം സ്വദേശി യൂസഫ് എന്നിവരെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി CG ഘോഷ ശിക്ഷ വിധിച്ചത്. കേരളം കടന്നുപോകുന്നത് രോഗാതുരമായ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയെന്നും തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളി മാലിന്യത്തിൽ വീണ് മരിച്ചതും പ്രതിപക്ഷം മൗനം പാലിച്ചത് LDF UDF അന്തർധാരയ്ക്കുള്ള ഉദാഹരണമെന്നും BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ BJP ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ചെറുതുരുത്തിയിൽ നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. കാർ പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം നടന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വെട്ടിക്കാട്ടിരി സെന്ററിന് സമീപം തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ. പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അപകടം. അപകടത്തിൽപ്പെട്ടത് ഒറ്റപ്പാലം 19ാം മൈൽ സ്വദേശി സിദ്ദിഖും കുടുംബവും സഞ്ചരിച്ച വാഹനം. ആളപായമില്ല. വാർത്തകൾ വിശദമായി. തൃശൂർ കുന്നംകുളത്ത് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. കുന്നംകുളം, കാണിപ്പയ്യൂർ മേഖലകളിലാണ് കാറ്റ് നാശം വിതച്ചത്. കാണിപ്പയ്യൂർ, മാന്തോപ്പ്, ത്രിവേണി മേഖലകളിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ നിരവധി വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും തകർന്നു. കുന്നംകുളം നഗരസഭാ ശ്മശാനത്തിന്റെ പുകക്കുഴലും കാറ്റിൽ തകർന്നു വീണു. മേഖലയിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ജില്ലയിലെ പുതുക്കാട്, ചെങ്ങാലൂരിലും മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടമുണ്ടാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യുവാവിനെ ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ FDPI പ്രവർത്തകരായ പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴ ശിക്ഷയും വിധിച്ച് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ്, തൊഴിൽപ്പാടം തോണിക്കടവിൽ യൂസഫ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി CG ഘോഷയാണ് വിധി പ്രസ്താവിച്ചത്. 2018 ഡിസംബർ 21 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. FDPI പ്രവർത്തകരായ കുഞ്ഞു മുഹമ്മദ്, യൂസഫ്, ഹാരിസ് എന്നിവർ ചേർന്ന് BJP പ്രവർത്തകനായ മനോജിനെ തടഞ്ഞു നിർത്തി മാരകായുധമായ മരവടി കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. സംഭവത്തിനു മുൻപ് BJP നടത്തിയ ഹർത്താലിൽ പ്രതികൾ മാംസക്കട തുറന്നതിനെ ചൊല്ലി ഇരു കൂട്ടരുമായി ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതക ശ്രമത്തിന് കാരണമായത്. കേസിൽ വിചാരണ നേരിട്ട 1ഉം 2ഉം പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത്. കേസിലെ 3ാം പ്രതി നിലവിൽ ഒളിവിലാണ്. സംഭവകാലത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന MR അരുൺകുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും പിന്നീട് വന്ന സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. കേസിൽ 19ഓളം സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PM ജയ ഹാജരായി. ലൈസൺ ഓഫീസർ ASI സുധീർ മൈലാടി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളം കടന്നുപോകുന്നത് രോഗാതുരമായ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയാണെന്നും തിരുവനന്തപുരത്ത് മാലിന്യം നിറഞ്ഞ തോടുകളിൽ ശുചീകരണ തൊഴിലാളിയുടെ മരണം സംഭവിച്ചിട്ടും കേരള നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തത് LDFും UDFും തമ്മിലുള്ള അന്തർധാര സജീവമായതുകൊണ്ടാണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യങ്ങൾ നിറഞ്ഞ തോടുകൾ മൂലം തിരുവനന്തപുരത്തെ ജോയ് എന്ന പാവപ്പെട്ട തൊഴിലാളിയുടെ മരണം വരെ ഉണ്ടായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് പോലും നോട്ടീസ് നൽകിയില്ല എന്നത് LDFന്റെയും UDFന്റെയും കൊടുക്കൽ വാങ്ങൽ അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ടാണെന്നും ഈ കാലവർഷക്കാലത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K രവിയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷനിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. BDGF മണ്ഡലം പ്രസിഡന്റ് VM ധർമ്മപാലൻ, BJP മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് IN രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് PR രാജകുമാർ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാജി, സ്ഥാനാർത്ഥി KK സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ ഷിജി നാരായണൻ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ചെറുതുരുത്തിയിൽ നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചു മറിഞ്ഞു. സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെട്ടിക്കാട്ടിരി സെന്ററിന് സമീപം തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടർ യാത്രികൻ വലതുവശത്തെ പാതയോരത്തേക്ക് വാഹനം ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പുറകിൽ നിന്നും വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമിക വിവരം. തുടർന്ന് കാർ പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കർണാടകയിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനനെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കോട്ടമൈതാനിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഹെവി ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തത്തിൽ അർജുനെയും മറ്റു ചിലരെയും കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർക്ക് അർജുനെയും മറ്റുള്ളവരെയും കണ്ടെത്താനാവാത്തത് നാണക്കേടാണ്. കുടുംബങ്ങളുടെ വിലാപം കാണാൻ കഴിയാത്ത കർണാടക കേന്ദ്ര സർക്കാരുകൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് തന്നെ കേരള സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം മൂന്നാമത്തെ ദിവസം കേരള ഗവൺമെന്റ് അറിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് കർണാടകത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പേരിനെങ്കിലും 2 or 3 JCBയെ രംഗത്തിറക്കിയത്. അവിടെ അർജുൻ മാത്രമല്ല, 6-7 മനുഷ്യജീവനുകൾ ആ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ രക്ഷിക്കാൻ ഒരു പരിശ്രമവും നടത്താൻ കർണാടകത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല, ഭരണാധികാരികൾ തയ്യാറായില്ല. CITU ജോയിന്റ് സെക്രട്ടറി K. സുരേഷ് അധ്യക്ഷനായി. N. ചൊക്കനാഥൻ, പ്രിൻജോ, M. ബിനുകുമാർ, K. ഗിരീഷ്, ഗോപാലൻ, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് സമ്മേളനം നടന്നു. സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും കർഷക സംഘം ഏരിയ കമ്മിറ്റി മെമ്പറുമായ C. അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അടയ്ക്ക ഒഴികെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അടയ്ക്ക എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഒറ്റപ്പാറ മേഖലയിലൊക്കെ ഒരു അപൂർവ ഉൽപ്പന്നമാണ്. അത് വ്യാപകമായിട്ടൊന്നും ഉണ്ടാക്കാൻ നടക്കും. ആ അടയ്ക്ക ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നത്തിനാണ് ഒരു മര്യാദ വിലയുള്ളത്? കൃഷിക്കാരുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം. അപ്പോ ഉൽപാദന ചെലവ് കൂടുകയും ഉൽപ്പന്ന വില ഇടിയുകയും ചെയ്യുമ്പോൾ വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടില്ല, സ്വാഭാവികമാണ്. അപ്പോ കൃഷിക്കാരന് കൃഷി ഒരു നഷ്ടക്കച്ചവടമാണ്. T. സേതുമാധവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ K. V. സോമസുന്ദരൻ അധ്യക്ഷനായി. K. വിനോദ് പരിപാടിക്ക് നന്ദി പറഞ്ഞു. കർഷക സംഘം അമ്പലപ്പാറ വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുതിർന്ന കർഷകനുമായ രാജൻ മാസ്റ്ററെ കൺവെൻഷനിൽ വെച്ച് ആദരിച്ചു. K. രാമകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും S. സഞ്ജീവ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കൺവെൻഷനിൽ ഭാരവാഹികളായി T. സേതുമാധവനെ സെക്രട്ടറിയായും K. വിനോദിനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലെ ഗർത്തങ്ങൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന പാതയിലെ പഴയ ലക്കിടി മുതൽ 14-ാം മൈൽ മൗണ്ട് സീന വരെയുള്ള റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ആഗുല്ലൂർ നിത്യാനന്ദ ആശ്രമ മഠാധിപതി നിത്യാനന്ദ് ആവശ്യപ്പെട്ടു. റോഡിലെ കുഴികൾ അടയ്ക്കാൻ നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. എല്ലായിടത്തും ലോകത്തൊട്ടാകെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നതും അതിൽ തർക്കമൊന്നുമില്ല എന്നുള്ളത് കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ റോഡിൻ്റെ മെയിൻ്റനൻസ് എല്ലാ കാലങ്ങളിലും വേണ്ട വിധത്തിൽ നടത്താത്തത് കൊണ്ട് റോഡിൻ്റെ പല ഭാഗങ്ങളിലും അപകടങ്ങൾ പതിയിരിക്കുന്ന വലിയ വലിയ കുഴികളാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അനസ് സക്കീർ അധ്യക്ഷനായ പ്രതിഷേധ യോഗത്തിൽ ഷംസുദ്ദീൻ മാങ്കുർശി, അബ്ദുൽ ഖാദർ, അലി, ബാലസുബ്രഹ്മണ്യൻ, ബഷീർ, യുനസ്, ഹമീദ്, ലീല, ജംസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി പള്ളിക്കൽ പന്നിയേരി വികസന സമിതിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന PS ചാമി അനുസ്മരണം നടത്തി. അനുസ്മരണം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പള്ളിക്കൽ പ്രദേശത്തുമെല്ലാം തന്നെ പൊതുരംഗത്ത് നടന്നിരുന്ന വ്യക്തിത്വമാണ് PS ചാമിയുടെ മെമ്പറായി ഇല്ലാത്ത കാലത്ത്
ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിരുന്നത് മെമ്പർ സ്വാമിയേട്ടൻ എന്ന നിലയായി. പന്നിയടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ KA ജോസഫ് മാസ്റ്റർ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സൈദലവി, PG മോഹനൻ മാസ്റ്റർ, OU ബഷീർ, PC ഹരിദാസ്, മൊയ്തീൻ കടവത്ത്, KR റജീബ്, രായൻകുട്ടി നീരാട്, PK മൂസ, ബീന രവി, KK അബ്ദുൾ റഫീഖ്, TS സുധീർ, PM നൌഷാദ്, LG രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അപകടം. 19 മൈൽ സ്വദേശി സിദ്ദിഖും കുടുംബവും സഞ്ചരിച്ച വാഹനമാണ് ആറാണി പെട്രോൾ പമ്പിന് മുന്നിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആറാണിയിലുള്ള കമ്പനിക്ക് മുന്നിൽ റോഡരികിൽ നിർത്തിയിട്ട തൊഴിലാളികളുടെ 3 ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം അടുത്തുള്ള ഫ്രണ്ട്സ് ക്ലബ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ബൈക്കുകൾക്കും ഫ്രണ്ട്സ് ക്ലബ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും നാശനഷ്ടം സംഭവിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്ത് മാതൃകയായി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. മണ്ണൂർ വെസ്റ്റ് ചൂൽപ്പറ്റയിൽ നന്ദകുമാർ, സുകന്യ എന്നിവരുടെ മകൾ തന്മയെയാണ് ക്യാൻസർ സെന്ററിലേക്ക് തന്റെ മുടി ദാനം ചെയ്തത്. ഒറ്റപ്പാലം LSN സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തന്മയ മുടി ദാനം ചെയ്യുന്ന വിവരം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയായിരുന്നു. തുടർന്നാണ് ക്യാൻസർ രോഗികൾക്ക് മുടി സംഭാവന നൽകാമെന്ന തീരുമാനമെടുക്കുന്നത്. കേരളശ്ശേരി സ്വദേശി സുരേന്ദ്രൻ മുഖേനയാണ് മാതാപിതാക്കൾ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയെ വിവരം അറിയിച്ചത്. തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ തീരുമാനമെടുത്തതെന്ന് തന്മയ STVയോട് പറഞ്ഞു. അല്ല, എൻ്റെ പേര് തന്മയ, വീട് മണ്ണൂരാണ്. ഞാൻ 9th പഠിക്കുന്നത്. LSN ഒറ്റപ്പാലത്താണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നി കൊടുക്കാൻ, വെറുതെ എല്ലാവരും ചെയ്യുന്ന പോലെ വളർത്തിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല, അതിന് ഉപയോഗമാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ അതിട്ടിട്ട് കാര്യമില്ല, ഉപകാരം വേണമല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നിയത് ചെയ്യണം. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നായനാർ ചാരിറ്റി പ്രസിഡന്റുമായ OV സോമിനാഥനും സെക്രട്ടറി VK മുരളിയും ചാരിറ്റി ഭാരവാഹികളും ചേർന്ന് ക്യാൻസർ സെന്ററിലേക്കായി മുടി ഏറ്റുവാങ്ങി. EK നായനാർ ചാരിറ്റി വഴി ബന്ധപ്പെട്ടവർക്ക് കൈമാറും. തന്മയയുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാണെന്നും വിദ്യാർത്ഥിയുടെ മാതൃകാ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നതായും പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കൂടിയായ OV സോമനാഥൻ പറഞ്ഞു. അവനവനും കഴിയാവുന്ന, ആ കുട്ടിക്ക് കഴിയാവുന്ന ഒരു സഹായം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം ആളുകളെല്ലാം വളരെ ഭംഗിയായി മനോഹരമായി കാണുന്ന അവനവൻ്റെ മുടി വളർത്തി ആ മുടി ഈ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് നൽകാൻ വേണ്ടി തയ്യാറായി വന്നത് വളരെയധികം മാതൃകാപരമാണ്. സെക്രട്ടറി VK മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി, MC വിശ്വം, പ്രഭാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തൃശൂർ ചാവക്കാട് സ്വദേശി ഹബ്രൂഷ് എന്ന യുവാവിന്റെ ചിന്തയിൽ പിറന്നത് മനോഹര ഗാനം. ആലപിച്ചതും ട്യൂൺ ചെയ്തതും ഓർക്കസ്ട്രേഷൻ നടത്തിയതുമെല്ലാം നിർമ്മിത ബുദ്ധിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി. ചാവക്കാട് കടപ്പുറം പുന്നക്കച്ചാൽ സ്വദേശിയാണ് ഗ്രാഫിക് ഡിസൈനറായ ഹബ്രൂഷ്. സംഗീതത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ 4 വർഷം മുമ്പ് പൂർത്തിയാക്കിയ വരികൾ ഒരു ഗാനമാക്കിയാലോ എന്ന ഹബ്രൂഷിന്റെ ചിന്തയാണ് ഈ ഗാനത്തിന് വഴിയൊരുക്കിയത്. സമസ്തവും നീയല്ല, അരികിലും നീയേ, അകലെയും നീയേ, വെളിച്ചവും നീയേ, തമസിലും നീയേ. ഗ്രാഫിക് ഡിസൈനിങ് ആവശ്യങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കാറുള്ളതുകൊണ്ട് ഗാനം ചിട്ടപ്പെടുത്താനും AI ടൂളുകൾ ഉപയോഗിക്കാമെന്ന് ഹബ്രൂഷ് കരുതി. അങ്ങനെ AI ടൂളിൽ വരികൾ നൽകി. പിന്നെ പാട്ടൊരുക്കാനുള്ള വഴികൾ തേടി AI ടൂളുകളിലൂടെ ചുറ്റിക്കറങ്ങി. ഒടുവിൽ സൂഫി ചിന്തകളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ മുസ്ലിം ഭക്തിഗാനം പിറന്നു. ലെമൺ ട്രീ എന്ന തൻ്റെ സ്ഥാപനത്തിനു വേണ്ടി മുമ്പ് ചെറിയൊരു പരസ്യഗാനവും AI ടൂളുകൾ ഉപയോഗിച്ച് ഹബ്രൂഷ് കമ്പോസ് ചെയ്തിരുന്നു. ഞാൻ കവിതകൾ എഴുതാറുണ്ട്. ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ടായിരുന്നു. പുസ്തകത്തിൻ്റെ പേര് എഴുതുന്നതാണ്, ഒരു കവിതാസമാഹാരം. അപ്പോൾ അതിനിപ്പോൾ തന്നെ പാട്ടുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ AI ടൂൾസ് ഇപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ അഡ്വർടൈസിങ് ആയതുകൊണ്ട് ഡിസൈനിങ്ങിനൊക്കെ ആയിട്ട് AI ടൂൾസ് ഉപയോഗിച്ചിട്ട് പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ AI ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ AI വരുന്ന അപ്ഡേഷൻസൊക്കെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ AI മ്യൂസിക് ജനറേറ്റർ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം ചെയ്ത് നോക്കിയത് ഒരു ജിങ്കിളാണ്. നമ്മുടെ ഈ ലെമൺ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഡ്വർടൈസിംഗ് സ്ഥാപനത്തിൻ്റെ ജിങ്കിൾ ചെയ്തു. അപ്പോൾ അത് ഓക്കെ ആയപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി. ഇത് പ്രതീക്ഷിച്ച പോലെ ഫലം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് താൻ എഴുതിയ വരികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഗാനമാക്കിയാലോ എന്ന ചിന്തയുദിച്ചതെന്ന് ഹബ്രൂഷ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ കവിതകൾ എഴുതാറുള്ള ഹബ്രൂഷ് ഇപ്പോൾ ചാവക്കാട് മുല്ലത്തറയിൽ ലെമൺ ട്രീ എന്ന ഗ്രാഫിക് ഡിസൈനിങ് സ്ഥാപനം നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷോർട്ട് ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും താല്പര്യമുള്ളവർക്കുമായി ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റി പാലക്കാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകുമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഷോർട്ട് ഫിലിം രംഗത്തുള്ളവരെ ഒരുമിപ്പിക്കുന്നതിനൊപ്പം അവർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായവും നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം. സംസ്ഥാന ദേശീയ താൽപര്യം സംരക്ഷിക്കുന്ന കഥകളെ സിനിമയാക്കാനുള്ള വേദിയായും പരിശീലന ദിവസങ്ങൾ മാറും. കഥ, തിരക്കഥ, കവിത, ഗാനങ്ങൾ, അഭിനയം, സംവിധാനം, വസ്ത്രാലങ്കാരം, നൃത്തം, സംഗീത സംവിധാനം തുടങ്ങി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പരിശീലനം നൽകും. ഓഗസ്റ്റ് 8 മുതൽ 11 വരെ മലമ്പുഴയിൽ വെച്ചാണ് പരിശീലനം നടക്കുകയെന്ന് ജില്ലാ പ്രസിഡന്റ് കെ പ്രദീപ്, രമണി ടീച്ചർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവർക്ക് വേണ്ട സഹായങ്ങള്, പരിശീലനങ്ങൾ നൽകുക, അതുപോലെ തന്നെ ഒപ്പം നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ടാലന്റ് ഹണ്ടിങ് നടത്തി അതിലെ മികച്ച കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട അവാർഡുകള്, സമ്മാനങ്ങള്, പ്രോത്സാഹനങ്ങള്, അവസരങ്ങള്, ഇതൊക്കെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ 5-ാം വാർഡായ മേൽമുറിയിൽ കനത്ത മഴയെ തുടർന്ന് തകർന്ന റോഡുകൾ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി. BJP കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥിന്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കാറ്റിലും മഴയിലും കടപുഴകി വീണാണ് പ്രദേശത്തെ റോഡ് തകർന്നത്. വാർഡിലെ നിരവധി കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. റോഡിലെ നവീകരണ പ്രവൃത്തികൾക്കായി നഗരസഭയുടെ തനത് ഫണ്ടില്ലാത്തതിനാൽ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തി നടത്തുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം മുന്നിൽ കണ്ടാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി NSS 2 കരയോഗത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ നടന്നു. കരയോഗം പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണ പരിപാടിയിൽ ട്രഷറർ KP ദിവാകരൻ അധ്യക്ഷനായി. കിഴക്കേപ്പാട്ട് ജയരാമൻ മാസ്റ്റർ ഭക്തി പ്രഭാഷണം നടത്തി. നമുക്ക് കാണിച്ചു തരികയാണ്. ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പറഞ്ഞു. അവിടെ കെണി വന്നു. അന്ന് കൊടുത്ത ഈ രാജ്യം കൊടുത്ത പോലെ ഇത്ര നഷ്ടമായിരുന്നില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് ഒരു ഭാര്യ ഭർത്താവിന് കൊടുത്ത വാക്കാണ്. ദശരഥൻ എന്ന ഭർത്താവ് കൈകേയി എന്ന ഭാര്യയ്ക്ക് കൊടുത്ത വാക്കാണ്. നമുക്ക് രണ്ടുപേരെ ഞാൻ തരാം. ഈ ഭാര്യയും ഭർത്താവും നമ്മളുടെ വഴക്ക് രാജ്യത്തിന്റെ ദുരിതത്തിലേക്ക് കലാശിച്ചു. സെക്രട്ടറി P പ്രദീപ്, V ദണ്ഡപാണി, A വിജയരാഘവൻ, മോഹൻദാസ്, VP മധുസൂദനൻ, മഞ്ജു രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലി. മരങ്ങൾ കടപുഴകി വീണ് പ്രദേശത്തെ നിരവധി വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും തകർന്നു. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത് കുന്നംകുളം, കാണിപ്പയ്യൂർ, മാന്തോപ്പ്, ത്രിവേണി പ്രദേശങ്ങളിൽ. യുവാവിനെ ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ SDPI പ്രവർത്തകരായ പ്രതികൾക്ക് 5 വർഷം കഠിന തടവും പിഴയും വിധിച്ച് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. ദേശമംഗലം സ്വദേശി കുഞ്ഞു മുഹമ്മദ്, തൊഴിൽപ്പാടം സ്വദേശി യൂസഫ് എന്നിവരെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി CG ഘോഷ ശിക്ഷ വിധിച്ചത്. കേരളം കടന്നുപോകുന്നത് രോഗാതുരമായ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയെന്നും തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളി മാലിന്യത്തിൽ വീണ് മരിച്ചിട്ടും പ്രതിപക്ഷം മൗനം പാലിച്ചത് LDF UDF അന്തർധാരയ്ക്കുള്ള ഉദാഹരണമെന്നും BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ BJP ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ചെറുതുരുത്തിയിൽ നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. കാർ പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം നടന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വെട്ടിക്കാട്ടിരി സെന്ററിന് സമീപം തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ.
പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് ഒറ്റപ്പാലം 19 മൈൽ സ്വദേശി സിദ്ദിഖും കുടുംബവും സഞ്ചരിച്ച വാഹനം. ആളപായമില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.